MS രാമയ്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി യുവാവ് പൊള്ളലേറ്റു മരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം പുനലൂർ സ്വദേശി സുജയ് സുജാതനാണ് മരിച്ചത്. മരണം തീപ്പൊള്ളലേറ്റല്ലെന്ന് വരുത്തി തീർക്കാൻ അധികൃതർ ശ്രമിച്ചെന്ന പരാതിയുമായി ബന്ധുക്കളെത്തിയതോടെ ആശുപത്രിക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു സുജയെ ന്യൂമോണിയ ബാധയെ തുടർന്ന് മതികരയിലെ MS രാമയ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റിയ സുജയുടെ ആരോഗ്യനില പതിയെ മെച്ചപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ ആശുപത്രി കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ICUവിൽ കിടന്ന സുജയ്ക്ക് പൊള്ളലേൽക്കുകയായിരുന്നു. രോഗികളെ മുഴുവനായി മാറ്റിയ ആശുപത്രി അധികൃതർ ആളപായമില്ലെന്നായിരുന്നു വിശദീകരിച്ചത്. എന്നാൽ ICUവിൽ കിടന്ന് പൊള്ളലേറ്റ് സുജയ് മരിച്ചെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഈ രാമയ്യ ഹോസ്പിറ്റലിൽ അവിടെ ICUവിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം കുഞ്ഞ് വളരെ പിക്കപ്പായിരുന്നു. എല്ലാം നോർമലായി വന്നു. ആ വാർഡിൽ ഓക്സിജന്റെ എന്തോ കണക്ഷനിൽ തീ പിടിച്ചിട്ട് മൊത്തം തീയായി. പിന്നെ ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചുകൊണ്ട് MIC പോയി. ഈ CPR കൊടുത്തിട്ടൊന്നും അവിടുന്ന് കൈകൊണ്ട് കാണിക്കണ ഞാൻ കണ്ടു കഴിഞ്ഞെന്ന്. മൃതദേഹത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടു. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. ബംഗളൂരു സദാശിവനഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രി അധികൃതരിൽ നിന്നും സുജയുടെ ബന്ധുക്കളിൽ നിന്നും പോലീസ് പ്രാഥമിക മൊഴിയെടുത്തു. ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനായിരുന്നു സുജയ് സുജാതൻ. വിക്ടോറിയ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. റിപ്പോർട്ടർ, ബംഗളൂരു.